കൽപ്പന ചേച്ചി കുറെ നാള് മിമിക്രി പരിപാടികളുടെ ജഡ്ജ്മെന്റ് പരിപാടിക്ക് ഇരുന്നിട്ടുണ്ട്, ജഡ്ജായിട്ടിരുന്നിട്ടുണ്ട്. ഒത്തിരി കോമഡി program. ഷോയിൽ അതെ, അതെ, ഇഷ്ടംപോലെ അതെ. ജഡ്ജായിട്ട്. ഉം. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള പരിപാടിയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട്, ഇരുന്നിട്ടുണ്ട്. അപ്പൊ ഈ ജഡ്ജ് ചെയ്യുമ്പം കുറച്ച് കറക്റ്റ് കാര്യങ്ങൾ പറയും. ചിലര് ഈ സ്കിറ്റൊക്കെ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് എന്നുള്ളതിന് അപ്പുറം പറയേണ്ട ആവശ്യകതകൾ അതിനില്ല. ശരിക്കും വേണമെങ്കിൽ ഉം. കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുകയും അതിന്റെ ഒരു നർമ്മബോധം ഉണ്ടല്ലോ, അത് ജഡ്ജ് ചെയ്യുന്ന സമയത്തും ഒരു നർമ്മബോധം. അത് ഞാനിപ്പോ ഓർക്കുന്നത്, ഒരു ദിവസം ഒരു സ്കിറ്റ് കഴിഞ്ഞു, ഒരുത്തർ ഇച്ചിരി ഉഴപ്പിയിട്ടൊക്കെ ചെറുതായിട്ട് പല പണിയൊക്കെ കാണിച്ചിട്ട് അവസാനം ഇവന്റെ സ്കിറ്റ് ഭേഷ പൊളിഞ്ഞു. കൽപ്പന ചേച്ചി ജഡ്ജ് ചെയ്യാൻ തുടങ്ങിയപ്പം ഇവരുടെ എന്റെ കുഞ്ഞെ, ഇത് 2 റൗണ്ട് കഴിഞ്ഞാൽ ഫൈനലല്ലേ, നീ ഇപ്പൊ ഇങ്ങനെ ഉഴപ്പിയാൽ എങ്ങനെ ശരിയാവും, അതെന്താ ചെയ്യാവുന്നത്, അത് നിനക്ക് ഇങ്ങനെ ഉത്തരവാദിത്തമില്ല, നിങ്ങൾ ഇത്ര റൗണ്ട് എത്തിയില്ലേ, 10 ലക്ഷം രൂപയെ നിങ്ങൾ ഇത്ര അടുത്തെത്തിയിട്ട് നിങ്ങൾ ഇങ്ങനെ കുറെ നേരം പറയാം. അപ്പൊ ഇവൻ പെട്ടെന്ന് ഇവൻ ഇച്ചിരി കണ്ണൊക്കെ നിറഞ്ഞിട്ട് പോലെ, കാരണം ചേച്ചി സ്നേഹത്തോടെ അവരുടെ കരയേണ്ട ആവശ്യമൊന്നുമില്ല ഇവന് അവിടെ ഒരു ചെറിയ കൃഷി ഇറക്കി. ഇവനൊന്ന് കണ്ണ് നിറഞ്ഞാലൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാൻ സ്കിറ്റ് പഠിച്ച സമയത്ത് വേറെ 4 പേരായിരുന്നു, അവര് 4 പേരും കൂടി ഇന്നലെ രാത്രി എന്നെ ചതിച്ചു, അവരാരും ഇന്ന് വന്നില്ല, ഒരു ചെറിയ വഴക്കല്ല. ഇവര് ഈ 4 പേരെ എനിക്ക് ഇന്ന് രാവിലെ കിട്ടിയതാണ്. ഇന്ന് രാവിലെ കിട്ടിയ 4 പേരെ വെച്ചിട്ടാണ് ഞാനിപ്പോ ഈ 1 മണിയാകുമ്പോഴത്തേക്ക് ഈ സ്കിറ്റ് ഇവിടെ അവതരിപ്പിച്ചത്. അപ്പൊ ചേച്ചി, എന്നിട്ട് അവര് 4 നന്നായല്ലോ, നീ എങ്ങനെ ഇത്രയും മോശമായ